ചാത്തൻ സ്വാമിയുടെ ബാധ, ശത്രുബാധ വന്നാൽ എന്തായിരിക്കും ഫലം? വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. വിഷ്ണുചാത്തൻ്റെ ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്ത് വളരെയധികം നാശനഷ്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കും. മാനസികമായിട്ടെന്ന് പറഞ്ഞാൽ ഉറക്കമുണ്ടാകില്ല. അത് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ വല്ലാത്ത തരത്തിലുള്ള ഭയപ്പെടുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് തെറിക്കുക, കയ്യോ കാലൊക്കെ പിടിച്ചു വലിക്കുക, പെട്ടെന്ന് എങ്ങനെയും ഉറങ്ങാൻ സമ്മതിക്കില്ല. അഥവാ ഉറങ്ങിക്കഴിഞ്ഞാൽ പോത്തിനെയോ അല്ലെങ്കിൽ മറ്റൊരു തരങ്ങളില്ല. അതേപോലെ തന്നെ ഈ ആടിൻ്റെ മണം, മുറുക്കി തുപ്പി മണം, അങ്ങനെയൊക്കെയുള്ളതായ മണങ്ങൾ വളരെയധികം വരും. അതും ചേക്കുട്ടിപ്പാവയ്ക്കും അതേപോലെ തന്നെ ഈ മുറുക്കി തുപ്പിയ മണങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരീരത്തിലൊക്കെ ഭയങ്കരമായിട്ട് അസഹ്യമായിട്ടുള്ള വേദനകൾ, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, തല കറങ്ങുക, അല്ലെങ്കിൽ ബ്ലഡ് വയറ്റിൽ നിന്ന് പോകുക, പിന്നെ അസ്വാഭാവികമായിട്ടുള്ള ദേഷ്യം, വളരെയധികം ദേഷ്യം ഉണ്ടാകുക, ആരെന്ത് പറഞ്ഞാലും ദേഷ്യം, അല്ലെങ്കിൽ അടിക്കുക, ഉപദ്രവിക്കുക, അങ്ങനെ പലതരത്തിലുള്ളതായ ദോഷങ്ങൾ, ദുരിതങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ സ്വല്പം ഒന്ന് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ വളരെയധികം മദ്യപിക്കും. അതേപോലെ തന്നെ നല്ല ലഹരി ഉപയോഗം ഉണ്ടാകും. ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ചിലപ്പോൾ വാതിലൊക്കെ അടച്ചിട്ടിട്ട് കിടക്കുക, പുറത്തേക്ക് വരില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർ ഞാൻ പറഞ്ഞു ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെ തന്നെ നടക്കുമ്പോൾ കെട്ടിമറിഞ്ഞ് വീഴുക, അതേപോലെ തന്നെ ശരീരത്തിൽ തന്നെ ചില സമയത്ത് തന്നെ സ്വയം ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ദുരിതങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ വഴക്കുകൾ, അങ്ങനെ വളരെയധികം കാണുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കും. എന്നാൽ ചാത്തൻ സ്വാമി ഉപദ്രവകാരിയല്ല. പക്ഷേ ഈ ആവശ്യം പറഞ്ഞ് ചെല്ലുന്നതായ വ്യക്തികൾ, അവർ ചെല്ലുന്നതായ കർമ്മികൾ, ആ കർമ്മികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരോട് ആവശ്യം പറയുമ്പോൾ എന്നാ ആവശ്യം ഇന്നതാണ്, അപ്പം അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനിച്ചിട്ട്, സാമ്പത്തിക മറ്റെന്തുവാ സ്വാധീനിച്ചിട്ട് പറയും, ഇങ്ങനെ എനിക്ക് ഇന്ന മാതിരിയാണ്, ഇതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്നെ മാതിരി ദ്രോഹിച്ചില്ല എന്ന് കർമ്മിക്കറിയില്ല, അറിയും വേണ്ട. അപ്പം അദ്ദേഹം പറഞ്ഞു വിടുന്ന അദ്ദേഹത്തിൻ്റെ മന്ത്രത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലൊരു മനുഷ്യനെ ഏത് തരത്തിൽ ദുരിതപ്പെടുത്താം, ഏത് തരത്തിൽ കൊന്നുകളയാം, ഏത് തരത്തിൽ ഭ്രാന്താക്കാം, ഏത് തരത്തിൽ നാടുവിടാം എന്നുള്ളതായ കൃത്യമായിട്ടുള്ളതായ കർമ്മ പദ്ധതികളുണ്ട്. അത് ആ കർമ്മ പദ്ധതികൾ അല്ലെങ്കിൽ കർമ്മത്തിൽ പറയുന്ന പോലെ അതിനുള്ള ചേരുവകൾ, അതിന് കൂട്ടുകൾ, മരുന്നുകൾ, അല്ലെങ്കിൽ അതിൻ്റെ യന്ത്രം, ആ യന്ത്രത്തിൽ പരട്ടാനുള്ളതായ മഷികൾ, അല്ല മരുന്നുകൾ, ജപിക്കാനുള്ള മന്ത്രങ്ങൾ, അതിൽ യന്ത്രം, മന്ത്രം, പ്രാണപ്രതിഷ്ഠ ഇത്യാദികളൊക്കെ വെച്ച് ആ ശത്രുവിൻ്റെ പേര്, ശത്രുവിൻ്റെ നക്ഷത്രം, ശത്രുവിൻ്റെ വയസ്സ്, ശത്രുവിൻ്റെ നിറം, ശത്രുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ, അല്ലെങ്കിൽ വീട്ടുപേര്, നക്ഷത്രം, രാശി, 15 വക്ക, ഇങ്ങനൊക്കെ എല്ലാം ചേർത്തിട്ട് അദ്ദേഹം ഇന്നതായി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചേരുവകളൊക്കെ സാധ്യം എന്ന് എഴുതും, ഇന്നതാണ് ആവശ്യം എന്നുള്ളത്. അതൊക്കെ ഇത് എഴുതി അത് കൊണ്ടുവയ്ക്കേണ്ടതായ ഒരു സ്ഥലങ്ങളുണ്ട്. ചുടലയിലാവാം, കുളിക്കുന്ന കുളക്കടവിലാവാം, ക്ഷേത്രത്തിൻ്റെ അതിന് വെള്ളം പോകുന്ന തീർത്ഥജലം പോകുന്നതായ ഓയിലായിരിക്കാം. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ദേവാലയത്തിലാണ് വെച്ചിരിക്കുന്നത്, ആ ദേവന്റെ ശക്തി വരെ നിശേഷം നശിക്കും. അത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പം അത് ഏത് തരത്തിലാണ് അവിടെ എഫക്റ്റ് ചെയ്യാന്നുള്ളത് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുക, ജോലിക്ക് പോകുന്ന ആളാണ് വെച്ചെങ്കിൽ പണിക്ക് പോകാണ്ടിരിക്കുക, പണിക്ക് പോയി അവിടെ നിൽക്കാതിരിക്കുക, അതേപോലെ തന്നെ ഭ്രാന്തമായിട്ടുള്ളതായ രീതികൾ, സംസാര രീതികൾ, പെരുമാറ്റങ്ങൾ, ഞരക്കം, അല്ലെങ്കിൽ ആകെ ഓടിക്കതച്ച മാതിരിയുള്ളതായ ഒരു തരം ശരീരപ്രകൃതി, അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിന് അങ്ങനെ ഒരു സൗമ്യമായിട്ടുള്ളൊരു ഇതിലല്ല, അങ്ങനെ പലതരത്തിൽ. അപ്പം ഈ ദുരിതങ്ങൾ, അപ്പം ദോഷങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിനെ ഏത് കാരണവശാലും ചിലപ്പോൾ കേസ് വഴക്കിനെ കൊണ്ടാവും, നാളെ കോടതിയിൽ കേസ് വിളിക്കുന്നതായിരിക്കാം. അത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല വക്കീലിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും വരാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പോകാൻ പറ്റാത്ത തരത്തിലാകും. അങ്ങനൊക്കെ പല തരത്തിലുള്ളതായ മാന്ത്രിക വിധികളുണ്ട്. അത് 100% സത്യമാണ്.
അത് പ്രവർത്തിക്കുന്നവർക്കാണ് അതിൽ പിഴവ് പറ്റുള്ളൂ. അപ്പൊ അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു ഉത്സാഹം കൊടുക്കലല്ല. അപ്പൊ അങ്ങനെയും ആ രീതി ഉണ്ട്. അപ്പൊ ഇതൊക്കെ സാധാരണക്കാരനായോ അല്ലെങ്കിൽ ഏത് തരത്തിലായാലും മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന, ദോഷം ഉണ്ടാക്കുന്ന, ആ ഒരു വ്യക്തിക്കായാലും കുടുംബത്തിനായാലും ദോഷം ഉണ്ടാക്കുന്ന സംഗതികളാണ്. അപ്പൊ അതൊക്കെ വന്നു പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലുള്ളതായ വളരെയധികം രോഗ ദുരിത, ശാരീരികമായിട്ട് വരുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ, അക്രമ സ്വഭാവങ്ങൾ, ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉറക്കില്ല അങ്ങനെ ഉറക്കില്ലാണ്ട് പിച്ചും പേയും പറയണു, എന്തിനാ കുടിക്കാൻ കൊടുത്ത് വലിച്ചെറിയണു, അത് ചെയ്യണു ഇത് ചെയ്യണു. അങ്ങനെ ഡോക്ടറെ അടുത്ത് വിവരം പറയും. ഡോക്ടറെ അടുത്ത് വിവരം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യത്തെ ഡോസ് മരുന്ന് കൊടുത്തു. അത് പിന്നെ കഴിഞ്ഞ് പിന്നെയും ഭേദമില്ല എന്നുണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മരുന്നുകളൊക്കെ ചെയ്യണു, ഇഞ്ചക്ഷൻ ചെയ്യണു. അത് നിൽക്കണില്ല, ഉറക്കില്ല, അല്ലെങ്കിൽ എല്ലാവരും ഉപദ്രവിക്കുന്നു, അപ്പൊ അഡ്മിറ്റ് ആക്കുന്നു. ആ രീതിയിൽ പോവത്, അങ്ങനെ ആ രീതിയിൽ പോവും. അപ്പൊ ഇതിനെ അറിവുള്ളവര്, അത് ഡോക്ടർമാരായാലും ചിലവർ പറയും, അല്ല വീട്ടുകാരായാലും ഓരോരുത്തർക്കും ഓരോ സ്വഭാവ രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ വരാനുള്ള കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ വരെ ഉണ്ടായിട്ടുള്ളൊരു സാധാരണ പനിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാക്കാം. പക്ഷെ ഇങ്ങനെ വരാനുള്ള സാഹചര്യം എന്താണ്? മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മറ്റു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ? അതിർത്തിനെ തമ്മിൽ സംബന്ധമായിട്ട് വഴക്ക് നടന്നിട്ടുണ്ട്, അടി നടന്നിട്ടുണ്ട്. അവരോടത്തെ കുറ്റി അടിച്ചിട്ടുണ്ടായിരുന്നത് അവരെ കുറ്റി ഇരിക്കുന്ന നമ്മുടെ സ്ഥലത്താ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തുണ്ടായിരുന്ന കുറ്റി അങ്ങോട്ട് നീങ്ങിയപ്പോൾ അവർ വന്നത് വിളിച്ചിട്ടു, അല്ലെങ്കിൽ അടിയായി, അല്ലെങ്കിൽ പെണ്ണിനെ ഭാര്യനെ നോക്കി, ഭാര്യനെ കളിയാക്കി, പെങ്ങൾക്ക് ലെറ്റർ കൊടുത്തു, മോളേനെ കളിയാക്കി. അങ്ങനെ കാരണങ്ങൾ ഒട്ടനവധി ഉണ്ടായിരിക്കും. ആ കാരണങ്ങളിൽ കൂടിയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്വർണ്ണാഭരണം ഒക്കെ മേടിച്ചു വായ്പയ്ക്ക് തിരിച്ചു കൊടുത്തു, അദ്ദേഹം പറഞ്ഞ് കിട്ടിയിട്ടില്ല എന്ന്, അല്ലെങ്കിൽ കൊടുക്കാതെ ഇദ്ദേഹം പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പൊ അത് ഏത് വഴിയിൽ വന്നാലും ആ വ്യക്തികൾക്ക് നാശം വരുന്ന തരത്തിലേക്ക് അതിന് സങ്കടക്കാരാരാച്ചെങ്കിൽ ചെന്നെത്തുന്നു. അപ്പൊ ഈ വക കാരണങ്ങളെ കൊണ്ടൊക്കെ രോഗങ്ങൾ വരാം, ദുരിതങ്ങൾ വരാം. അല്ലെങ്കിൽ കട വെച്ചിരിക്കുന്നതായ തൊഴിൽ സ്ഥാപനം അത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ, അവരായിട്ട് ഉയർച്ച ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അവരെ സാധനങ്ങളൊക്കെ നിറയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്കാരുണ്ടെങ്കിൽ അവിടുന്ന് വിട്ടുപോകണം. ആ സ്ഥാപനം തന്നെ അടച്ചു പൂട്ടണം, അവിടുന്ന് വിട്ടുപോകണം. അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിൽക്കുന്ന വ്യക്തി മറ്റുള്ള ആളുകളെയും കാട്ടിയും കൂടുതൽ ഇഷ്ടക്കാരനാണ് മാനേജരോടെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്ടറോട് ആരോടോ കൂടുതൽ ഇഷ്ടക്കാരനാണെങ്കിൽ അവനെ തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല തരത്തിൽ ആളുകൾക്ക് ഈ ബാധാദോഷങ്ങൾ ചെയ്തു വിടാം. അപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോൾ ദോഷങ്ങളുണ്ട് വെച്ചെങ്കിൽ ആ വ്യക്തിക്ക് അത് എന്ത് ചെയ്താലും അത് പരിഹാരമായിട്ട് വരില്ല. അത് കൂടുതൽ ഓരോ ദിവസവും അല്ലെങ്കിൽ നാഴികൾ കഴിയും തോറും അദ്ദേഹത്തിന് കൂടുതലായി വരാന്നല്ല, അത് ഒട്ടും പിന്നാക്കം വരില്ല. അങ്ങനൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് അലസമായി നീങ്ങാതെ കൃത്യമായിട്ട് നല്ല ജ്യോത്സ്യനെ കണ്ട്, അത് ജ്യോത്സ്യന്മാർ പലരും ഉണ്ടാവും, എല്ലാവരും പറഞ്ഞോളണമെന്നില്ല, എങ്കിലും തിരക്കിടില്ലാത്ത ആളുകളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈശ്വര വിധിയാൽ, ഈശ്വര അനുഗ്രഹത്താൽ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ പരിഹാരങ്ങൾ ചെയ്യാം. വഴിപാടുകൾ കൊടുത്ത് ആ ക്ഷേത്രത്തിൽ വഴിപാട് കൊടുത്ത് ഈ ക്ഷേത്രത്തിൽ വഴിപാട് കൊടുത്ത് മുട്ടിറക്കാതെ കൃത്യമായിട്ട് ആ ദോഷങ്ങൾ തീർക്കാനുള്ള പരിഹാരങ്ങൾ ചെയ്യാം. ആ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ ചാത്തൻ്റെയോ അതോടുകൂടി നിൽക്കുന്ന മറ്റ് ഏതേത് മൂർത്തികളുണ്ട് എന്നുള്ള അറിഞ്ഞിട്ട് അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ആവാഹിച്ച് ബന്ധിച്ച് മാറ്റുക. അതിനോടുകൂടി എന്തെല്ലാം നിൽക്കണേ അതെല്ലാം വൃത്തിയാക്കുക, നല്ല ദേഹരക്ഷണം ചെയ്യാം. ഒപ്പം കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ ദൈവങ്ങൾക്ക് വിളക്ക് വെച്ച് ആരാധിക്കാൻ മറക്കാതെ, അവർ ദുരിതത്തിലാണെങ്കിൽ കൃത്യമായിട്ട് അവരെ ഉണർത്തിച്ചു കൊണ്ടുവരാനും അവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ആ വ്യക്തികൾ, ഏതൊരു വ്യക്തികൾക്കാണോ അവർക്ക് നല്ലതായ അവസ്ഥ വരും. ഇനിയിപ്പോൾ ഹിന്ദുക്കളുടെ കാര്യമാണ് ഇങ്ങനെ ഉദ്ദേശിച്ചെങ്കിൽ, നിങ്ങൾ വിചാരിച്ചെങ്കിൽ അത് മാത്രമല്ല, അത് മുസ്ലിംസിനായാലും ശരി, ക്രിസ്ത്യനായാലും ഇതേപോലെ തന്നെ ശത്രുക്കളോ ഇതേപോലെ ബാധകളോ വരാം. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദോഷങ്ങളൊക്കെ തീർത്തിട്ട് കൃത്യമായിട്ട് മതപരമായിട്ടുള്ളതായ കർമ്മങ്ങള്, നോമ്പുകള്, അല്ലെങ്കിൽ നേർച്ചകള്, ദിക്കറ്, അല്ലെങ്കിൽ പള്ളിപ്പോക്ക്, അങ്ങനെ അവർ മതപരമായിട്ട് എന്തെല്ലാം ചെയ്യാം. അതുപോലെ ക്രിസ്ത്യനുള്ള കുമ്പസാരങ്ങള്, മരണപ്പെട്ടു പോയിട്ടുള്ളവരുടേതായ ആ സെമിത്തേരിയിൽ പോയിട്ട് ഖബറിൽ പോയിട്ട് ഒപ്പീസില്ല. ഇസ്ലാം സുഹൃത്തുക്കളാണെങ്കിൽ അവരുടെ മരണപ്പെട്ടു പോയിട്ടുള്ള അവരുടെ പിതാക്കന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് കത്തുക. അങ്ങനൊക്കെ ചെല്ലുമ്പോൾ ആ ദൈവികമായിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ വരികയും ഉപദ്രവിക്കുന്ന ദോഷങ്ങളെ നീക്കി കഴിഞ്ഞാൽ ഉടനടി ദൈവിക അനുഗ്രഹം ഉണ്ടാകാനായിട്ടുള്ളതായ വഴികൾ ചെയ്യാം. അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ദുരിതങ്ങളൊക്കെ മാറി ആ വ്യക്തിക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് വരാനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. അപ്പൊ ഇത് ഇഷ്ടമായെങ്കിലേ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.